7 ജൂൺ മലയാള മനോരമ പത്രത്തിലെ പ്രധാന തലക്കെട്ടുകൾ. തെന്നലായി ഒഴുകിമറിഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് തെന്നലം ബാലകൃഷ്ണപിള്ള വിടവാങ്ങി. ത്യാഗസ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. റീപ്പോ 0.5% കുറച്ച് റിസർവ് ബാങ്ക്, പലിശ ഭാരം കുറയും. ഭവനവാഹന വ്യക്തിഗത വായ്പകളിൽ ആശ്വാസം. കരുതൽ ധന അനുപാതം 3% ആക്കി വായ്പാ ലഭ്യത ഉറപ്പാക്കും. പുതിയ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയും കുറയും. ഭൂപതിവ് ചട്ടഭേദഗതി കരടിന് അംഗീകാരം. ധർമ്മപുരിയിൽ വാഹനാപകടം, പിതാവ് മരിച്ചു, ഷൈൻ ടോമിന് പരിക്ക്. കൊഴുവനാൽ ഇടവക നാളെ ഫെറോനയാകും. മൊബൈൽ വെറ്റിനറി ക്ലിനിക്കുകളുടെ സമയക്രമം സർക്കാർ മാറ്റുന്നു. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ എന്നത് വൈകിട്ട് 3 മുതൽ രാത്രി 8 വരെയാക്കി. കോട്ടയം ഓഫറുകളുടെ ഉത്സവമായ വനിതാ മാസ്ക് പ്രദർശന വിപണന മേള ഇന്ന് നാളെയും കൂടി മാത്രം. MC റോഡ് 2 വകുപ്പുകളുടെ 2 നിലവാരത്തിലുള്ള പണി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ കുറവ് ഉള്ള 193 പേർക്ക് ശമ്പളവുമില്ല. വേണ്ടത് 600 പേർ. ശമ്പളം കുടിശ്ശികയായിട്ട് 2 മാസം. ആലപ്പുഴയിൽ രാത്രി വൻ തീപിടുത്തം. ജില്ലയിലെ പുരാതന തെരുവായ മുല്ലയ്ക്കലെ ബ്രാഹ്മണ സമൂഹത്തിൽ രാത്രി വൻ തീപിടുത്തം. സ്വർണ്ണ വായ്പ തിരിച്ചടവ് ശേഷി പരിശോധനയിൽ ചെറു വായ്പകൾക്ക് ഇളവ്. വിശദ പരിശോധന 2.5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് മാത്രമെന്ന് RBI. വധഭീഷണി, സാന്ദ്ര തോമസ് പരാതി നൽകി. കേരള പോലീസിനോട് സുപ്രീം കോടതി. വെറുതെ പൂട്ടാനാകരുത്, കരുതൽ തടങ്കൽ. അയോധ്യ പ്രസാദത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പ്. കപ്പലപകടം, കടൽത്തട്ടിന്റെ മാപ്പിംഗ് തുടങ്ങി. കൊടിയിൽ വഴങ്ങി, താമരയിൽ തെറ്റി. ഭാരതാംബ ചിത്രം പരിപാടി മാറ്റിയതേറെ ചർച്ചകൾക്ക് ശേഷം. ബാംഗ്ലൂരു ടീം മാർക്കറ്റിംഗ് മേധാവി അറസ്റ്റിൽ. ആൾക്കൂട്ട ദുരന്തം കാരണം. പൊളിറ്റിക്കൽ സെക്രട്ടറി ഒഴിവാക്കി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ചരമക്കുറിപ്പാണ്. അത് കഴിഞ്ഞ് ഫ്രാൻസിന് സ്പെയിൻ. ഫ്രാൻസിനെതിരായ മത്സരത്തിൽ ഗോൾ നേട്ടം ആഘോഷിക്കുന്ന സ്പെയിൻ താരങ്ങൾ. ഇത്രയുള്ളൂ പ്രധാന തലക്കെട്ടുകളാണ്. പിന്നെ ചരമമൊക്കെയാണ്. 10 പേരെ വിവാഹം ചെയ്തു മുങ്ങി. പ്രതിശ്രുത വധു അറസ്റ്റിൽ. രേഷ്മ. നാളെ കാണാം.